ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ചാക്കോടെ നാരങ്ങ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകും, മിനിമം ഒരു 3-4 വെള്ളത്തിലെങ്കിലും കഴുകും. അതിൻ്റെ അഴുക്ക് ഫുള്ള് കളയണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ബക്കറ്റിലിട്ട് വെക്കുകയാണ് ചെയ്യാറുള്ളത്, സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കുറച്ചധികം നാൾ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു, അപ്ലോഡ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു കേട്ടോ. എന്തായിരുന്നാലും ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഏകദേശം ഒരു 3/4 ചാക്കോളം വരും. 3/4 ചാക്കോളം എന്ന് പറയുമ്പോഴത്തേക്ക് അരച്ചാക്കിൽ കൂടുതൽ വരും. അപ്പോൾ ചാക്കോടെ നാരങ്ങ എടുത്ത സമയത്ത് ഞങ്ങൾ കുറച്ചൊക്കെ എടുത്ത് അച്ചാറിട്ട് കൊടുത്തിട്ടുണ്ട്. അന്ന് മിനിമം ഒരു 5 കിലോ 6 കിലോ നാരങ്ങ എടുത്ത് നമ്മൾ അപ്പോഴും തന്നെ പുഴുങ്ങി കട്ട് ചെയ്ത് നമ്മൾ അച്ചാറിട്ട് കടകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ, ബാക്കി നാരങ്ങയാണ്. അപ്പോൾ അപ്പോഴപ്പോഴും കുറേശ്ശെ എടുക്കാൻ കഴിയില്ല. കാരണം ചാക്കിന് അടിയിലോട്ടിരിക്കുന്ന നാരങ്ങയൊക്കെ അഴുകി പോകും. ഇപ്പോൾ തന്നെ കുറേ നാരങ്ങകൾ പറക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ഏകദേശം 1 കിലോയ്ക്ക് അടുത്തെങ്കിലും നമ്മൾ ചള്ളായ നാരങ്ങയൊക്കെ പറക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് വലിയ നഷ്ടമാണത്, ഭയങ്കര നഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോള് നാരങ്ങ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ ബിസിനസ്, അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മോൾക്ക് വലിയ ഇഷ്ടമാണ് എന്നെ ഇങ്ങനെയൊക്കെ സഹായിക്കണം. മാറി നിൽക്കടി, ഞാൻ പെട്ടെന്ന് ഒതുക്കി മാറട്ടടി എന്നൊക്കെ പറഞ്ഞാലും അവൾ കേൾക്കില്ല. അവളും കൂടെ വന്ന് എന്നെ അത്യാവശ്യം സഹായിക്കാനൊക്കെ വരും കേട്ടോ. അതൊരു രസമല്ലേ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ അറിയാമല്ലോ, എൻ്റെ പൊന്നുമോളുടെ പേര് തന്നെയാണ് ഇട്ടിരിക്കുന്നത്, താരാസ് വേൾഡ്. നമ്മുടെ അച്ചാറിൻ്റെ പേര് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, താരാസ് അച്ചാർ എന്നാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മോളുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് താര എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതുപോലെയൊക്കെയാണ് ഞാൻ എൻ്റെ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചേട്ടായിയുടെ വരുമാനം കൊണ്ട് മാത്രം വീട് കഴിഞ്ഞു പോകില്ലല്ലോ. അപ്പോൾ എനിക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ, സ്റ്റിച്ചിങ് ഉണ്ട്. സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോകളൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല. ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോകളും കൂടെ കുറേശ്ശെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അച്ചാർ സംബന്ധമായിട്ടുള്ള എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു.